ഇന്ത്യൻ സിനിമ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിലൊന്നാണ് പുഷ്പ 2. അല്ലു അർജുൻ നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സുകുമാറാണ്. 2021 പുറത്തിറങ്ങിയ പുഷ്പയുടെ രണ്ടാം ഭാഗമാണ് പുഷ്പ 2. 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിങ്ങിനൊടുവിൽ ഈ വർഷം ഓഗസ്റ്റിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഷൂട്ട് നീണ്ടുപോയതിനാൽ ഡിസംബറിലേക്ക് നീട്ടിവയ്ക്കുകയായിരുന്നു. റിലീസിംഗിന് 5 മാസം ബാക്കിയുള്ളപ്പോൾ തന്നെ റെക്കോർഡ് പ്രീ സെയിലാണ് പുഷ്പ 2 നടത്തിയത്. ഡിജിറ്റൽ റൈറ്റ്സും തിയേറ്റർ റൈറ്റ്സും കൊണ്ട് മാത്രം 400 കോടിക്ക് മുകളിൽ ചിത്രം ഇതിനോടകം നേടിക്കഴിഞ്ഞു. 200 കോടിക്കാണ് നോർത്ത് ഇന്ത്യൻ റൈറ്റ്സ് വിറ്റുപോയത്. ഒരു തെലുങ്ക് ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയാണിത്. അടുത്തതായി രാം ചരണിന്റെ ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ്സ് നോക്കാം. രാം ചരണും സംവിധായകൻ ശങ്കറും ഒന്നിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായ ഗെയിം ചേഞ്ചർ ഈ വർഷം അവസാനത്തോടെ തിയേറ്ററുകളിലെത്തും. നിർമ്മാതാവ് ദിൽ രാജുവാണ് ജൂലൈ 21-ന് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചത്. കാർത്തിക് സുബ്രാജ് കഥയെഴുതിയ ഗെയിം ചേഞ്ചർ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ശങ്കർ, വിവേക് വേൽമുരുകൻ, സായ് മാധവ്പുര എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ശങ്കർ സംവിധാനം ചെയ്യുന്ന ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിൽ രാം ചരൺ ട്രിപ്പിൾ റോളുകളിൽ എത്തുമെന്നാണ് സൂചന. ക്രിസ്മസ് റിലീസിനായി ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. രജനികാന്ത് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം വേട്ടയന്റെ റിലീസ് തീയതി പുറത്തുവന്നു. നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസ് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രം ഒക്ടോബർ 10-ന് തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചന. 33 വർഷങ്ങൾക്ക് ശേഷം രജനികാന്തും ബച്ചനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വേട്ടയൻ. അതാണ് ചിത്രത്തിന്റെ USPകളിൽ ഒന്ന്. ചിത്രത്തിൽ രജനികാന്ത് പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. അമിതാഭ് ബച്ചൻ എത്തുന്നത് ചീഫ് പോലീസ് ഓഫീസറായാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. അടുത്തതായി വിജയ് നായകനാവുന്ന ഗോട്ട് എന്ന സിനിമയുടെ റിലീസിംഗ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കാം. വിജയ് രാജ്യമൊട്ടാകെ ആരാധകരുള്ള ഒരു വലിയ താരമാണ് എന്നതിനാൽ അദ്ദേഹത്തിന് സ്വീകാര്യതയുണ്ട്. ഹിന്ദിയിലടക്കം ഞെട്ടിക്കുന്ന വൻ റിലീസാണ് ദ ഗോട്ടിനുണ്ടാവുക എന്നതാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നിലവിൽ ഹിന്ദിയിൽ റിലീസ് 1204 സ്ക്രീനുകളിൽ ആലോചിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. കേരളത്തിലും വലിയ ആരാധകരുള്ള ഒരു താരമായതിനാൽ റിലീസ് സംസ്ഥാനമൊട്ടാകെ ഏതാണ്ട് 702 സ്ക്രീനുകളിലും ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വിജയിയുടെ കരിയറിലെ 68ാമത് ചിത്രമാണിത്. ടൈം ട്രാവൽ ചിത്രമായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ. ദുൽഖർ സൽമാൻ നായകനായ പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കർ ഒക്ടോബർ 31-ന് ആഗോള റിലീസിനായി എത്തും. ദീപാവലി റിലീസായി തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷകളിലായാണ് ലക്കി ഭാസ്കർ പ്രദർശനത്തിനെത്തുക. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ വെങ്കി അറ്റ്ലൂരി രചിച്ച് സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിത്താര എന്റർടൈൻമെന്റ്സ് ആണ്. 1980-1990 കാലഘട്ടത്തിലെ മുംബൈ നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പീരീഡ് ഡ്രാമയിൽ ഒരു ബാങ്ക് കാഷ്യറുടെ വേഷത്തിലാണ് ദുൽഖർ സൽമാൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ സിനിമ വാർത്തകൾക്കും റിലീസ് അപ്ഡേറ്റ്സിനുമായി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.